ഹായ് ഗായ്സ്, സൺഡേ ആയിട്ട് നമുക്കൊന്ന് പള്ളി വരെ പോയാലോ? രാവിലെ 9 മണിയുടെ കുർബാനയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വലിയ ഒരുക്കമൊന്നുമില്ല. രാവിലെ ഫ്രഷായി, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. പിന്നെ നമുക്ക് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മേളിൽ കൂടെ ഒരു ജാക്കറ്റ് വരും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ ഞാൻ പട്ടി ഷോ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ലോക്കായി പോയിട്ടോ. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി റാപ്പിഡോ ചേട്ടൻ വന്നു. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജേർണി. ഇപ്പോൾ നമ്മൾ പോകുന്നത് മൗണ്ട് കാർമൽ ഫൊറോന ചർച്ചാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല തണുപ്പാണ് അവിടെ. അതുകൊണ്ട് തന്നെ ജാദുവിൻ്റെ പോലെ ഫുൾ കവേർഡാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ചർച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ മലയാളം കുർബാനയാണ് കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ലിഫ്റ്റ് സംഭവം കാരണം. കുർബാന ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും അതുപോലെ വീട് മിസ് ചെയ്താലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കുറച്ച് നേരം വന്ന് ഇരിക്കാറുണ്ട്. ആ ഒരു പഴയ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു നൊസ്റ്റാൾജിയാണ്. ഇവിടെ മലയാളം കുർബാനയായതുകൊണ്ട് എനിക്ക് പള്ളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നടന്ന് പോകുന്നത് തിരിച്ച്, കാരണം കുറച്ച് പച്ചക്കറിയൊക്കെ പോകുന്ന വഴിക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പച്ചക്കറിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ പിള്ളേരുകൾ വേദപാഠം പഠിക്കാനായിട്ട് ഞായറാഴ്ച കൊണ്ട് വരുന്നത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പണ്ട് +2 വരെ ഞാനും നാട്ടിൽ പോയിക്കൊണ്ടിരുന്നതാണല്ലോ, അതൊരു നൊസ്റ്റാൾജിയാണ്. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു കേരള ഹോം മാർക്കറ്റിലേക്കാണ്. അവിടെ കേരള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കേരള സ്വാദ് എന്ന് പറഞ്ഞൊരു ചായക്കടയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇവിടെ പുട്ടുപൊടി തുടങ്ങി സകലമാന പൊടി, അരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങളായിട്ടുള്ള ചിപ്സ് പലഹാരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴം വറുത്തത്, ചക്ക വറുത്തത്, കായ വറുത്തത്, അതേപോലെ തന്നെ മുറുക്ക്, പിന്നെ അരിയുണ്ട, അവലോസുണ്ട, പിന്നെ പലതരം മിക്സ്ചർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് ഉണ്ണിയപ്പമായിരുന്നു. പിന്നെ കുറേ നാളായിട്ട് ബോംബെ മിക്സർ കാണാറില്ല, അപ്പോൾ അതുകൊണ്ട് ബോംബെ മിക്സറും കണ്ടപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ ഇവിടെ വേറെ ക്രിസ്മസിനായതുകൊണ്ട് ഇവിടെ സ്റ്റാർ, അതേപോലെ തന്നെ ക്രിസ്മസ് കൂട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ ഇവിടെ ചട്ടി, കലം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പച്ചക്കറികൾ, നമ്മുടെ ചീര, പിന്നെ പലതരം പഴങ്ങൾ, ഏത്തപ്പഴം, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പഴങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരുമാതിരി എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കപ്പങ്ങയല്ല, കപ്പങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ചക്ക, മാങ്ങ, പിന്നെ വാഴക്കൊമ്പ്, പിണ്ടി എല്ലാം ഉണ്ടായി. പിന്നെ അവിടെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന്, അതായത് നമ്മുടെ കേരള സ്വാദ ചായക്കടയിൽ നിന്ന് തന്നെ ഒരു സമൂസയും ചായയും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ ലഞ്ചും ഡിന്നറും അതിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ മുകളിൽ, ചായക്കട മാത്രമല്ല. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് റിട്ടേൺ വരാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ സൺഡേ പരിപാടികൾ. അപ്പോൾ ബൈ.